നമസ്കാരം. എജ്യുദ്രസ്റ്റിൻ്റെ ഐഡിയംസ് ആൻഡ് ഫ്രൈസസ് സീരീസിലെ 26ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസമുള്ള ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അതിലൂടെ കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ദിവസവും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ഉണ്ടാവും. നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കാം. കൂടാതെ ഈ ക്ലാസ്സുകളെല്ലാം തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ്സുകളാണ്. ആദ്യത്തെ ചോദ്യം, ദ മീനിങ് ഓഫ് ദ ഇഡിയം ടു കാസ്റ്റ് പേൾസ് ബിഫോർ സ്വൈൻ. To offer timely advice, to offer something to a person which he cannot appreciate, to teach someone a lesson, to be tired. Uttaram, to offer something to a person which he cannot appreciate, to cast pearls before swine. Swine എന്നാൽ പന്നി. പന്നിയുടെ മുന്നിൽ മുത്തും പവിഴമൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒട്ടും ആവശ്യമില്ലാത്ത സാധനമാണ് അല്ലേ. കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുക്കുക നമ്മൾ മലയാളത്തിൽ പറയുന്ന അതേ അർത്ഥം തന്നെയാണ്. ടു കാസ്റ്റ് പേൾസ് ബിഫോർ സ്വൈൻ. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൻ ഇഡിയം. ഓൺ ഷാങ്സ് മെയർ, ഓൺ ഫുട്ട്, ഓൺ എ ലയൺ, ഓൺ എ ബൈസൈക്കിൾ, ഓൺ എൻ എലിഫന്റ്. ഉത്തരം ഓൺ ഫുട്ട് ആണ്. ഇവിടെ മെയർ എന്നാൽ ആക്ച്വലി ഫീമെയിൽ ഹോഴ്സിന് പറയുന്നതാണ്, കുതിരയാണ്. അപ്പോൾ ഷാങ്ക് എന്നാലോ കാലിന് പറയുന്നതാണ്. അപ്പോൾ കാലാകുന്ന കുതിര എന്ന് പറഞ്ഞാൽ നടന്നുപോയി എന്ന് തന്നെയാണ് അർത്ഥം. An apple of discord, cause of quarrel, to make useless efforts, to die, to beat mercilessly. ഉത്തരം കോസ് ഓഫ് ക്വാറൽ. ഒരു ആപ്പിളിന് വേണ്ടി വഴക്കിടുക. അപ്പോൾ അവിടെ ആപ്പിളാണ് വഴക്കിന് കാരണമാവുന്ന കാര്യം. അപ്പോൾ അതാണ് കോസ് ഓഫ് ക്വാറൽ. ഇതേ അർത്ഥത്തിൽ വരുന്ന മറ്റൊരു ഇഡിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ ബോൺ ഓഫ് കണ്ടൻഷൻ. ഇവിടെ ആപ്പിളിന് പകരം അവിടെ എന്താണ്, എല്ലാണെന്നുള്ളേ ഉള്ളൂ. ഒരു എല്ലിന് വേണ്ടി കടിപിടി കൂടുക, ഇവിടെ ആപ്പിളിന് വേണ്ടി വഴക്കിടുക. അപ്പോൾ ഒരു കോസ് ഓഫ് ക്വാറൽ, വഴക്കിന് കാരണമാകുന്ന ഒരു സംഗതി. അറ്റ് ലൂസ് എൻഡ്സ്, കീപ് ഓപ്ഷൻസ് ഓപ്പൺ, ഇൻ ആൻ അൺസർട്ടൻ സിറ്റുവേഷൻ, tie two loose ends of a thread, repay debts. ഉത്തരം ഇൻ ആൻ അൺസർട്ടൻ സിറ്റുവേഷൻ ആണ്. ലൂസ് എൻഡിൽ നിൽക്കുക, അയഞ്ഞ എൻഡിൽ എന്ന് പറയുമ്പോൾ ഒന്നും തീരുമാനമായിട്ടില്ല, ഉറപ്പില്ല. ഇൻ ആൻ അൺസർട്ടൻ സിറ്റുവേഷൻ. The idiom at a low ebb means at a small village, in a high status, in a high status, at a lower class, in a poor state. ഉത്തരം in a poor state ആണ്. at a low ebb എന്ന് പറയുന്നത്. എബ് എന്നാൽ പിൻവലിയുന്ന തിരമാലയ്ക്കും ഒക്കെ നമ്മൾ പറയാറുണ്ട്. എബ് എന്നാൽ പിൻവലിയുക അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്യുക എന്നൊക്കെ അർത്ഥം വരാം. അപ്പോൾ ഇവിടെ പതിയെ പതിയെ നശിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. in a poor state, മോശം കണ്ടീഷൻ. The idiom steal the show means to get the attention, to conceal something, to become successful, to go unnoticed. Steal the show എന്നാൽ to get the attention ആണ്. ഒരു ഷോയിൽ കയറിയിട്ട് അത് മൊത്തത്തിൽ കൈയടക്കുക, അടിച്ചോണ്ട് പോവുക, സ്റ്റീൽ ചെയ്യുക. To snap one's fingers, to accept immediately, to become contemptuous of, to grasp eagerly, to speak abruptly. ഉത്തരം to become contemptuous of. contemptuous of എന്ന് പറഞ്ഞാൽ scornful of, വഴക്ക് പറയുക എന്നുള്ള അർത്ഥം തന്നെയാണ്. പറഞ്ഞാൽ വിരൽ ചൂണ്ടി നമ്മൾ ഒരാളോട് സംസാരിക്കുക, എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? കുറച്ച് ദേഷ്യത്തിലായിരിക്കും എന്നാണ് അല്ലേ. അതേ അർത്ഥം തന്നെയാണ് ഇവിടെ വരുന്നത്. വിരലിനൊടിക്കുക, ഒരാളുടെ നേരെ വിരലിനൊടിക്കുക എന്ന് പറയുമ്പോൾ to snap one's fingers എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിനെയാണ്. The idiom to drive home means to emphasize, to return to a place of rest, back to original position, to find one's roots. ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൻ്റെ ഉത്തരം to emphasize എന്നാണ്. to drive home എന്നാൽ ആക്ച്വലി ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കുക,
കുറുക്കി ഒളിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത്, ടു ഹിറ്റ് ദ നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കുക എന്നാണ്. ടു എംഫസൈസ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ അർത്ഥമായി വരുന്നത്. ബ്രേക്ക് ദ ന്യൂസ്. ദ ഇഡിയം മീൻസ് റിവീൽ എ സീക്രട്ട്, crack a joke, give a bad news, clear doubt. മറ്റൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെയും ഒരുപാട് പേർ, ഏകദേശം ഒരു 80 to 90% ആൾക്കാർ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ സ്ഥിരം കാണുന്ന ബ്രേക്കിംഗ് ന്യൂസ് അതല്ല ഇത്. ഇതിന്റെ ഉത്തരം ഗിവ് എ ബാഡ് ന്യൂസ് ആണ്. ബ്രേക്കിംഗ് ന്യൂസ് എന്നല്ല ഇത്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബ്രേക്ക് ദ ന്യൂസ് എന്നാണ്. ഗിവ് എ ബാഡ് ന്യൂസ് ആണ് ബ്രേക്ക് ദ ന്യൂസ്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുമ്പോഴാണ് അത് ഒരു റീസെന്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വാർത്ത എന്നർത്ഥം വരുന്നത്. മീനിങ് ഓഫ് ദ ഇഡിയം carrying favor with is favoring, obliging, pleasing, annoying. ഉത്തരം പ്ലീസിങ് ആണ്. അതായത് വളരെ ഇഷ്ടപ്പെട്ടൊരു കറി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരാളെ സോപ്പിടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതേ അർത്ഥം തന്നെയാണ് ഇവിടെ പ്ലീസിങ്. അപ്പോൾ 26-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഈ സീരീസിലെ മറ്റു ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ്ലി കാണണം. പല റാങ്ക് മേക്കിംഗ് ഇഡിയംസ് ആൻഡ് ഫ്രേസും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഇതേപോലെ തന്നെ പല സബ്ജക്റ്റുകളുടെയും പ്ലേലിസ്റ്റ് ഗ്രൂപ്പ് ഈ ചാനലിലുണ്ട്, അതും കാണുക. കൂടാതെ കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ദിവസവും ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളുണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്ത് കുറേ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ. ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്കൊപ്പം. കേരള PSC പരീക്ഷകൾ ഏതുമായിക്കൊള്ളട്ടെ, അൺഅക്കാഡമിയിൽ അതിനായി സൗജന്യ ലൈവ് ക്ലാസുകൾ ലഭ്യമാണ്. കുറഞ്ഞ കാലം കൊണ്ട് സിലബസ് മുഴുവൻ വളരെ എഫക്റ്റീവായി കവർ ചെയ്യാനും പഠിച്ചവ പരിശോധിക്കാൻ ദിവസേന ടെസ്റ്റ് സീരീസുകൾ ചെയ്തു നോക്കുവാനും അൺഅക്കാഡമിയിലൂടെ കഴിയും. കേരളത്തിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് പുറമെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസിലൂടെ അവരുമായി ലൈവായി ഇന്ററാക്ട് ചെയ്യാനും കഴിയുന്നു. അൺഅക്കാഡമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും മികച്ച അധ്യാപകരുടെ നേതൃത്വം നൽകുന്ന ബാച്ച് കോഴ്സുകളാണ്. ഓരോ പരീക്ഷകൾക്കും അതാത് സിലബസ് അനുസൃതമായി തയ്യാറാക്കിയ ബാച്ച് കോഴ്സുകൾ ഉയർന്ന റാങ്ക് നേടാൻ നിങ്ങളെ സഹായിക്കും. മാറിയ PSC പാറ്റേൺ അനുസരിച്ച് പരിഷ്കരിച്ച പാഠ്യപദ്ധതികൾ ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ കാണാം. നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നൽകി സൗജന്യമായി രജിസ്റ്റർ ചെയ്യുക. കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ കേരള PSC സെലക്ട് ചെയ്യാൻ മറക്കേണ്ട. ഇനി എഡ്യൂട്രസ് 10 എന്ന അൺലോക്ക് കോഡ് ഉപയോഗിച്ച് സൗജന്യ ലൈവ് ക്ലാസുകൾ കണ്ടു തുടങ്ങാം. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്.